അപ്പോൾ നമുക്ക് ഈ ബോച്ചെ ടീ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കിയിടാമല്ലേ. നമുക്ക് 100 റുപ്പീസ് ക്രെഡിറ്റഡ് 1000 എത്രയാണെങ്കിലും നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കിയിടാൻ സാധിക്കും. അപ്പോൾ ചിലർക്കൊന്നും അത് എങ്ങനെ ഇടാമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റുള്ളവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ക്യാൻവയിലാണ് പോസ്റ്റർ മേക്ക് ചെയ്യുക. അപ്പോൾ ക്യാൻവ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. CANVA ക്യാൻവ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ക്യാൻവ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ ക്യാൻവ എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്യാൻവ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്യാൻവ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ ഒരു ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെൻറ്റ് ഡിസൈൻസിൽ അത് വന്ന് കിടക്കും. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആ റീസെൻറ്റ് ഡിസൈൻസ് വരില്ല, കാരണം ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, താഴെ കണ്ടില്ലേ ഹോം പ്രൊജക്ട്സ്, ഒരു പ്ലസ്, ബ്ലൂ കളറിലൊരു പ്ലസ്, ആ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ആ ഒരു അച്ചീവർ പോസ്റ്റ് ഇട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളത് സേവ് ആയിക്കൊള്ളും, അത് ഗാലറിയിലേക്ക് സേവ് ആയി വരും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ഇൻ എ ന്യൂ ഡിസൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്ക് ഫ്രണ്ടിൽ വരും. ഇങ്ങനെ വന്നാൽ ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ, നമ്മുടെ എത്ര രൂപ ക്രെഡിറ്റായി അതൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഫോട്ടോ കൊടുക്കാം. ഫോട്ടോ കൊടുക്കണമെങ്കിൽ നമ്മളുടെയൊക്കെ ഫോട്ടോസ് ഗാലറിയിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ താഴെ കണ്ടില്ലേ ഡിസൈൻ, എലമെൻറ്റ്, ടെക്സ്റ്റ്, ഗാലറി എന്നൊക്കെ, ആ ഗാലറി ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് എവിടെയാണോ, ഇപ്പോൾ ചിലപ്പം നിങ്ങൾ ക്യാമറയിലായിരിക്കും, എവിടെയാണോ നമ്മുടെ ഫോട്ടോസ് ഉള്ളത് അതെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ തന്നെ കൊടുക്കുകയാണ്. താഴെ കണ്ടില്ലേ ആഡ് ടു പേജ് എന്ന് വന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വലിയൊരു ഫോട്ടോ ആണല്ലോ, അപ്പം നമുക്ക് ചെറുതാക്കാം. അതിനിവിടെ കണ്ടില്ലേ, നമുക്കിവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തതാണ്, ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചെറുതാക്കാം. ഇനി ഇവിടെ നമുക്ക് ഈ 4 കോർണറിൽ കണ്ടില്ലേ ഒരു റൗണ്ട് ഷേപ്പിൽ, അത് പിടിച്ചാൽ നമുക്കിതങ്ങനെ ചെറുതാക്കാം, വലുതാക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വലിപ്പം എടുക്കുക, എന്നിട്ട് അതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം. എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യം അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇടുക. എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ ആ ബ്ലൂ പോയി. ഇനി എനിക്ക് ഇപ്പോൾ പേര് എഴുതണമല്ലോ, അപ്പോൾ എൻ്റെ പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് കാര്യം ടൈപ്പ് ചെയ്യുന്നതും ടെക്സ്റ്റിലൂടെ ആയിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ആഡ് എ സബ് ഹെഡിങ് കാണാം. ആ ആഡ് എ സബ് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ രാധിക ഇപ്പോൾ എൻ്റെ റാങ്ക് ഇപ്പോൾ SR ആണെങ്കിൽ ബ്രാക്കറ്റ് ഇടുക. നമ്മൾ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്ററിൽ SR സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിങ്ങനെ നമ്മുടെ പ്ലേസിൽ കൊണ്ട് വയ്ക്കാം. ഇനിയിപ്പോൾ ഈ രാധിക SR എന്നത് നമുക്ക് ചെറുതാക്കാം, വലുതാക്കാം, നമുക്കതിൻ്റെ കളർ മാറ്റി കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് ചെറുതാക്കണമെങ്കിൽ അതിൽ തന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ എഡിറ്റ്, ഫോണ്ട്, ടെക്സ്റ്റൈൽ, ഫോണ്ട് സൈസ് എന്നൊക്കെ വരും. ആ ഫോണ്ട് സൈസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ചെറുതാക്കാം, വലുതാക്കാം. അപ്പോൾ ചെറുതാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കതിൻ്റെ കളറും ചേഞ്ച് ചെയ്യാം കേട്ടോ. അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കളർ വരും. അപ്പോൾ കളറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കളറ്, അപ്പം നമുക്ക് ഒരു ഗ്രേ കളറാക്കാം, എന്ത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് പോയി. അപ്പോൾ രാധിക SR നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ അത് വരും അല്ലേ, അതായത് നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജായിട്ട് നമുക്ക് വന്ന് കിടപ്പുണ്ടാവും. അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതൊക്കെ നമുക്ക് വരിക ഗാലറിയിലാണ് അല്ലേ. അപ്പോൾ ഗാലറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ടെക്സ്റ്റ് മെസ്സേജ്
മുന്നേ വന്നൊരു ടെക്സ്റ്റ് മെസ്സേജ്. ഞാൻ ആഡ് ടു പേജ് കൊടുത്തു. അപ്പം നമുക്ക് ഇതിൻ്റെ കണ്ടോ, ഇതിപ്പോൾ ഇത്ര മതിയെങ്കിൽ നമുക്കിതിൻ്റെ സൈസ് ഒന്ന് നമുക്കിങ്ങനെ ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് അതും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു 500 റുപ്പീസാണ് ക്രെഡിറ്റഡ് ആയത്, അല്ലെങ്കിൽ 100 റുപ്പീസാണ്, എത്രയോ ആയിക്കോട്ടെ, നമ്മൾ ടെക്സ്റ്റിലേക്ക് തന്നെ പോവുക. എഴുതാനുള്ളതൊക്കെ ടെക്സ്റ്റിലാണ് കേട്ടോ. ആ സബ് ഹെഡിങ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റുപ്പീസിൻ്റെ സിമ്പൽ ഇവിടെ തന്നെ ഉണ്ട്. ഒരു 1000 ആണെങ്കിൽ 1000 ക്രെഡിറ്റഡ്. ഓക്കെ, ഈ 1000 ക്രെഡിറ്റ് നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫോണ്ട് സൈസ് എടുക്കാം, നമുക്ക് ചെറുതാക്കാം, വലുതാക്കാം, നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബോച്ചെ വിന്നിൻ്റെ ആ ഒരു പാക്ക്, നമ്മൾ ഏത് പാക്ക് എടുത്തത്, മൾട്ടി ക്ലീനർ ആണോ, ചിലപ്പോൾ നമുക്ക് വെസൽസിൽ നമ്മൾ പാത്രത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പം നമ്മൾ സോപ്പും പേസ്റ്റും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ എവിടെയും കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമുക്കിതിൽ ചെയ്യാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നമുക്ക് 7am പോസ്റ്റർ മേക്കിംഗ്, BOP പോസ്റ്റർ മേക്കിംഗ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇത്രയും നമുക്കുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.